Welcome to our Fishing Man videos. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 3 അടി വീതിയും 2 അടി ഹൈറ്റുമുള്ള ഒരു അക്വേറിയമാണ്. ഇത് നമ്മുടെ ബോട്ടം ഗ്ലാസ് ആണ്. ആദ്യം നമുക്ക് ഇതിലേക്ക് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലാസിന്റെ ആ ഒരു തിക്നെസ് അനുസരിച്ച് വേണം നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ. ഗമ്മ് ബാക്കി ഭാഗങ്ങളിലേക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡിലെ ഗ്ലാസ് ആണ്. ഫ്രണ്ടിലെയും ബാക്കിലെയും ഗ്ലാസ്സിൽ ഇതുപോലെ 3 സൈഡിലും മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഗ്ലാസ്സിൽ 3 സൈഡിലും നമ്മൾ ഗ്ലാസ് ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സിലിക്കോൺ ഗണ്ണ് വെച്ച് സിലിക്കോൺ നമുക്ക് വെച്ച് കൊടുക്കാം. ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ വേണം നമുക്ക് സിലിക്കോൺ ഇതിലേക്ക് വെക്കുവാനായിട്ട്. ബോട്ടം ഗ്ലാസിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ഗ്ലാസ് വെക്കാൻ പോകുന്നത്. സൈഡിലെ ഗ്ലാസ് മാത്രമാണ് നമ്മൾ ബോട്ടത്തിന്റെ സൈഡിലെ ഗ്ലാസ്സിലേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈഡിലെ ഗ്ലാസിന്റെ താഴത്തെ ഭാഗത്ത് മാത്രമാണ് നമ്മളിപ്പോൾ സിലിക്കോൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് 2 സൈഡ് ഫിക്സ് ചെയ്യാം. ബോട്ടം ഗ്ലാസിന്റെ ലെവലിനനുസരിച്ച് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ ഫിക്സ് ചെയ്തു. അതിനൊപ്പം തന്നെ നമുക്ക് സൈഡിലെ ഗ്ലാസും കൂടി ഫിക്സ് ചെയ്യുക. കറക്റ്റ് ലെവലിൽ വേണം വെക്കുവാൻ. ഇതിന്റെ രണ്ടിന്റെയും കോർണറിലായിട്ട് നമുക്ക് ഒരു ഫിക്സിന് വേണ്ടിയിട്ട് ഒരു മാസ്കിംഗ് ടേപ്പ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്ക് സൈഡിലെ ഗ്ലാസും സെയിം മെത്തേഡിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് സിലിക്കോൺ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 സൈഡിലെയും ഗ്ലാസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം കറക്റ്റ് ലെവലാണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം 4 കോർണറിലും മാസ്കിംഗ് ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ സൈഡിലും കൂടെ നമ്മൾ സിലിക്കോൺ ഒന്നുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ലീക്കേജ് ഒന്നും വരാതിരിക്കാനായിട്ട് നല്ലതായിരിക്കും. എല്ലാ സൈഡിലും കറക്റ്റ് ലെവലിൽ നമ്മൾ സിലിക്കോൺ വെച്ച് കൊടുക്കുകയാണ്.
അതിനുശേഷം ഒരു റബ്ബറിന്റെ ഗ്ലൗസ് ഇട്ടത് നമ്മൾ ജസ്റ്റ് ഒരു വിരലും കൊണ്ട് ഇങ്ങനെ ഒന്ന് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ കോർണറിലേക്കും നമ്മുടെ സിലിക്കോൺ ചെല്ലുന്നതായിരിക്കും. അതിൽ വാട്ടറിലേക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇത് നമുക്ക് സഹായിക്കും. എല്ലാ സൈഡും നല്ല ഫിനിഷിംഗ് ആയ രീതിയിൽ ഒന്ന് നമുക്ക് ഒരു വിരൽ വെച്ച് ഇതുപോലെ തേച്ച് കൊടുക്കുക. എല്ലാ കോർണറിലും നല്ല രീതിയിൽ സിലിക്കോൺ തേച്ചതിന് ശേഷം നമുക്ക് ഈ മാസ്കിംഗ് ടേപ്പ് മാറ്റാവുന്നതാണ്. മാസ്കിംഗ് ടേപ്പ് എല്ലാം മാറ്റിയതിനു ശേഷം നമുക്കൊരു 24 അവർ വെയിറ്റ് ചെയ്യാം. ഈ ഗമ്മൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഫിക്സ് ആവാൻ വേണ്ടി. അപ്പൊ നമ്മളിന്നിവിടെ 24 മണിക്കൂറിന് ശേഷം വാട്ടർ ലീക്കേജ് മറ്റുമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് നമുക്ക് ആവശ്യമായ വെള്ളം അക്വേറിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലീക്കേജ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനിവിടെ ഒരു മാസ്കിംഗ് ടേപ്പ് ആണ് ഉപയോഗിക്കുന്നത്. മാസ്കിംഗ് ടേപ്പ് വെച്ച് നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ലെവലിൽ ആ ടേപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ടേപ്പിനേക്കായും താഴത്തെ ലെവലിലേക്ക് വെള്ളം മാറുന്നതായിട്ട് കാണാം. അതിനായി നമുക്ക് ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെള്ളത്തിന്റെ ലെവലിൽ നമുക്കൊരു മാസ്കിംഗ് ടേപ്പിന്റെ ഒരു ചെറിയ കഷ്ണം ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും വാട്ടർ ലീക്കേജ് ഉണ്ടോ എന്ന്. അപ്പൊ ഞാനിവിടെ 24 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോഴും വാട്ടർ ലീക്കേജ് ഒന്നുമില്ല. കറക്റ്റ് ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി ഇതുപോലെ പ്ലാന്റഡ് ഒക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ അക്വേറിയം ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.